സേഫ് സെയിൻ ലാബ്ദീൻ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സേഫ്, സ്കൂൾ ഇപ്പോൾ സർക്കാർ ഏറ്റെടുക്കുമെന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഈ മാനേജ്മെന്റ് നൽകുന്ന വിശദീകരണങ്ങളൊന്നും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്, അല്ലേ? അതെ, CPM-ന്റെ നിയന്ത്രണത്തിലുള്ള അല്ലെങ്കിൽ CPM-ന്റെ ഭാരവാഹികൾ മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള സ്കൂളായിരുന്നു. അത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റി അംഗമായിരുന്നു സ്കൂളിന്റെ മാനേജറായിട്ട് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നു. സംസ്ഥാന സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകേണ്ടതില്ല എന്ന നിലപാട് ഇക്കാര്യത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേകിച്ച് മന്ത്രി വി ശിവൻകുട്ടി സ്വീകരിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരോട് വിശദീകരണം തേടിയത്. വിശദീകരണം തേടി 3 ദിവസത്തിനകം വിശദീകരണം നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഇപ്പോൾ 3-4 ദിവസമാവുന്നു. എന്തായാലും വിശദീകരണം കിട്ടിയതിന് പിന്നാലെയാണ് ഇപ്പോൾ കടുത്ത നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. ഒരു വിമർശനവും അതുമായി ബന്ധപ്പെട്ട് ഇനി ഉയരാൻ പാടില്ല. ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്ന വസ്തുത സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് കൊണ്ടാണ് ഇപ്പോൾ ആ സ്കൂൾ ഏറ്റെടുക്കാൻ, സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് കാരണം ചില പ്രശ്നങ്ങൾ, ചില വകുപ്പുകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ലൈസൻസ്, ഈ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് ചില പ്രശ്നങ്ങൾ മറ്റു രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ പ്രശ്നങ്ങൾ വരും ദിവസങ്ങളിൽ, വരും നാളുകളിൽ ഉയർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് കർശന നടപടിയിലേക്ക് കടന്നുകൊണ്ട് ആ സ്കൂൾ സംസ്ഥാന സർക്കാർ തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ വിഷയത്തിൽ, മിഥുന്റെ മരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആർക്കെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയും നടപടിയുടെ കാര്യത്തിൽ ഉണ്ടാകില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അമൃത ഇപ്പോൾ കർശന നടപടിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സേഫ്, നമുക്കറിയാം ഈ സംഭവത്തിന് പിന്നാലെ പരിശോധിച്ചപ്പോൾ തന്നെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ പലയിടങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമായിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ സേഫ്റ്റി പരിശോധനയായാലും ശരി, അതിലൊക്കെ വലിയ തരത്തിലുള്ള വീഴ്ചകൾ, അലംഭാവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതുമാണ്. അപ്പോൾ അത്തരത്തിലേക്ക് കൂടി അന്വേഷണങ്ങൾ കടക്കുമോ, അല്ലെങ്കിൽ അവിടെ കൂടി ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി പ്രതീക്ഷിക്കാമോ? അതെ, ഇനിയും അതിനകത്ത് നടപടി പൂർണ്ണമായും തീർന്നു എന്ന് പറയാൻ കഴിയില്ല. കാരണം വൈദ്യുതി വകുപ്പുമായി ബന്ധപ്പെട്ട പരിശോധനകൾ പൂർത്തീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും വീഴ്ച വരുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിരുന്നു. അതിന് വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെ തന്നെ ആ സ്കൂളിൽ അതുവഴി ഈ ബിന്ദുവിന്റെ മരണത്തിന് കാരണമായ ആ ലൈൻ കമ്പി അത് അവിടുന്ന് മാറ്റുകയും ചെയ്തു. പക്ഷെ ഉദ്യോഗസ്ഥർക്കെതിരെ അങ്ങനെ കാര്യമായ നടപടിയിലേക്ക് പോയില്ല. വൈദ്യുതി വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് സ്വാഭാവികമായിട്ടും ഒരു നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നീടുള്ളത് ബിന്ദുവിന്റെ കുടുംബത്തിനുള്ള സഹായമാണ്. സംസ്ഥാന സർക്കാർ വിവിധ സഹായങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് വന്ന് അതൊരു സഹായം, കുടുംബത്തിനുള്ള ജോലി എന്നടക്കമുള്ള കാര്യങ്ങൾ ആണ് പരിഗണനയിൽ വേണം എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഈ ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല. അത് CPM-മായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ, മാനേജ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരുടെ സ്കൂളാണെങ്കിൽ പോലും ഒരു വിട്ടുവീഴ്ചയും വേണ്ടതില്ല. അതിനകത്ത് വീഴ്ച പറ്റിയ ആൾക്കാർക്കെതിരെ എല്ലാ നടപടി വേണം എന്നുള്ള നിലപാടിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് എത്തിച്ചേരുകയായിരുന്നു. കാരണം CPM-ന്റെ ഭാഗമായിട്ടുള്ള ആളെ സംരക്ഷിച്ചു എന്നുള്ള വിമർശനം പിന്നീട് ഉയർന്നു വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരിക്കാം കർശന നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. ഇന്നും ശിവൻകുട്ടി പറയുന്നൊരു വാചകമുണ്ട്, മിഥുൻ കേരളത്തിന്റെ മകനാണ് എന്നുള്ളത്. അത് നേരത്തെ വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളതാണ്. അത്രയും വൈകാരികമായിട്ട് അതിനെ ശിവൻകുട്ടി കാണുന്നുണ്ടാകാം, അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടോ മന്ത്രി എന്ന നിലയിലോ അദ്ദേഹം അത് കാണുന്നുണ്ടാകാം. അതുകൊണ്ടാണ് കേരളത്തിന്റെ മകനാണെന്ന് തുടർച്ചയായി ഇങ്ങനെ ആവർത്തിക്കുന്നത്. എന്തായാലും അത് ആ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് ഇതുകൊണ്ടൊന്നും നികത്താൻ കഴിയില്ല എന്ന് തുടർച്ചയായി ആവർത്തിക്കുമ്പോഴും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി എടുക്കുക വഴി സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു സന്ദേശം, ഇത്തരത്തിൽ ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും തരത്തിൽ വീഴ്ച ഈ സ്കൂളുകളുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അതിനകത്ത് മുഖം നോക്കാത്ത നടപടി ഉണ്ടാകും എന്ന സന്ദേശം മറ്റ് സ്കൂളുകൾക്കും കൂടി നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അമൃത. സേഫ്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിപ്പോൾ ഇത്തരത്തിലുള്ള വീഴ്ചകൾ അല്ലെങ്കിൽ സുരക്ഷാ പ്രശ്നങ്ങൾ, ഇതൊന്നും തേവലക്കര സ്കൂളിലെ മാത്രം പ്രശ്നങ്ങളല്ല, പലയിടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതാണ്, നമുക്കറിയാവുന്നതുമാണ്. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു മരണം സംഭവിച്ചതുകൊണ്ട് അതൊരു വാർത്തയായി, അല്ലെങ്കിൽ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തി എന്നുള്ളതാണ്. അപ്പോൾ മറ്റ് സ്കൂളുകളിലെ, സംസ്ഥാനത്തെ മറ്റ് സ്കൂളുകളുടെ അവസ്ഥ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അവിടെ കൂടി ഇത്തരത്തിലുള്ള പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഏത് രീതിയിലായിരിക്കും, നടപടികൾ ഉണ്ടാകുമോ അല്ലെങ്കിൽ പരിശോധനകൾ ഉണ്ടാകുമോ, ആ കാര്യങ്ങൾ മന്ത്രി പറയുന്നുണ്ടോ? അതെ, അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ മാത്രമല്ല, അതിനകത്ത് സംസ്ഥാന സർക്കാർ ആകെ, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു യോഗം
വിളിച്ചിട്ടുണ്ട്. 14 ജില്ലയിലെ കളക്ടർമാർ പങ്കെടുത്തുകൊണ്ടുള്ളൊരു യോഗമാണ് മുഖ്യമന്ത്രി വിളിച്ചിരിക്കുന്നത്. ആ യോഗത്തിൽ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗമായിട്ട് സംസ്ഥാന സർക്കാർ കൈകാര്യം ചെയ്യേണ്ടി വരുന്ന 14,000-ഓളം സ്കൂളുകളുണ്ട്. അവർ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകേണ്ട 14,000 സ്കൂളുകളുണ്ട്. അത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയിട്ടാണ് സ്കൂൾ പ്രവർത്തനം നടന്നത്. ഇതിനകത്ത് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് സംബന്ധിച്ച് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്തായാലും ഈ വിഷയം അത് സംസ്ഥാനത്താകെ ചർച്ച ചെയ്യപ്പെട്ട പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വീണ്ടും യോഗം വിളിച്ചിരിക്കുകയാണ്. 14 ജില്ലാ കളക്ടർമാരും ആ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ ഇനി ഒരു പരിശോധന കൂടി വരും നാളുകളിൽ, വരും ദിവസങ്ങളിൽ, ഒരുപക്ഷെ അത് ഓണ അവധിയോടനുബന്ധിച്ച് ആവാനുള്ള സാധ്യത തള്ളിക്കളയേണ്ട. ഓണ അവധിക്ക് അധികം സമയമില്ല, ഇനി ഒരുപക്ഷെ ഒരു മാസം ഉണ്ടാവും. അല്ലെങ്കിൽ അതിന് മുന്നോടിയായി തന്നെ ഒരു പരിശോധന ഇതുമായി ബന്ധപ്പെട്ട എല്ലാ സ്കൂളുകളിലും ഉണ്ടാകും. എന്തെങ്കിലും തരത്തിൽ ഈ തേവലസ്കര സ്കൂളിലുണ്ടായ പോലെയുള്ള സുരക്ഷാ വീഴ്ചകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. അത് മുഖ്യമന്ത്രി വിളിക്കുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി തന്നെ ജില്ലാ കളക്ടർമാരോട് അല്ലെങ്കിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരോട് അതിന് കൃത്യമായ നിർദ്ദേശം നൽകുകയും അതെന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പരിഹരിക്കണമെന്ന നിർദ്ദേശം കൃത്യമായി തന്നെ നൽകുകയും ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത്. മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. വിദ്യാഭ്യാസം മാത്രമല്ല, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ആ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടാണ് യോഗം വിളിച്ച് ഇങ്ങനെയുള്ള മറ്റ് സ്കൂളുകളുടെ പ്രശ്നം കൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. അമൃത. ശരി, തേവലക്കര സ്കൂളിൽ നിന്ന് ലിജോ റോളൻസ് കൂടി വിവരങ്ങൾ നൽകാൻ അയച്ചിരുന്നുണ്ട്. ലിജോ, അവിടെ ഇപ്പോൾ പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് ഒക്കെ നടക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഈ മാനേജറെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ പകരം ചുമതലയൊക്കെ ആർക്കാണ് നൽകിയിരിക്കുന്നത്?